ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിന് സംയുക്തമായി നിവേദനം നൽകാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന എംപിമാരുടെ യോഗത്തിൽ തീരുമാനം. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുമായി മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ മൃഗസംരക്ഷണ മേഖല നേരിടുന്ന വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളി ജോയ് മരിക്കാനിടയായ സാഹചര്യം പരിശോധിക്കുന്നതിന് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ മാരായമുട്ടത്തെ വീട്ടുവളപ്പിൽ നടന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംയുക്തമായി നിവേദനം നൽകാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ യോഗം തീരുമാനിച്ചു. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രി തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ യോഗം വിളിച്ചു ചേർത്തത്. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്വീകരിക്കുമെന്ന് എംപിമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടാൻ ഒന്നിച്ചുള്ള ശ്രമങ്ങൾക്ക് തയ്യാറാണെന്ന് കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും ഫണ്ട് വിനിയോഗത്തിനും നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി എംപിമാരെ അറിയിച്ചു. അരിവിഹിതത്തിന് പരിധി നിശ്ചയിച്ചതും അധികമായ വിതരണത്തിന് പിഴ നിശ്ചയിച്ചതുമടക്കമുള്ള കേന്ദ്ര തീരുമാനങ്ങൾ തിരുത്താൻ ഇടപെടണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിക്കും എംപിമാർക്കും പുറമെ മന്ത്രിമാരായ പി രാജീവ്, എം പി രാജേഷ്, മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുമായി മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ മൃഗസംരക്ഷണ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ, ക്ഷീര കർഷകർക്ക് ലഭിക്കേണ്ട കേന്ദ്ര സഹായങ്ങൾ, പക്ഷിപ്പനി ഫലപ്രദമായി നേരിടുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പക്ഷിപ്പനി ബാധിത മേഖലകളിലെ താറാവുകൾക്കും കോഴികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ കേന്ദ്രത്തിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടാവണമെന്ന് ശ്രീമതി ചിഞ്ചുറാണി കൂടിക്കാഴ്ചയിൽ ആവശ്യമുന്നയിച്ചു. വിഷയം പരിശോധിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. രോഗസാധ്യതാ മേഖലയിലെ താറാവ്, കോഴി കർഷകർക്ക് ഉപജീവന പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യവും കേന്ദ്രമന്ത്രിമാരെ ധരിപ്പിച്ചു. പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുമ്പോൾ നൽകേണ്ട നഷ്ടപരിഹാരത്തിലെ കേന്ദ്രവിഹിതം അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യവും ശ്രീമതി ചിഞ്ചുറാണി ഉന്നയിച്ചു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം മാരായമുട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. ശനിയാഴ്ചയാണ് ജോയിയെ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായത്. കാണാതായ സ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെ തകരപ്പറമ്പിലെ കനാലിൽ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോയിക്കായി ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങൾ ചേർന്ന് 46 മണിക്കൂർ തെരച്ചിൽ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജോയിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ജോയിയുടെ മരണത്തിനിടയാക്കിയ സംഭവം പരിശോധിക്കുന്നതിന് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് ഹൈക്കോടതി ഉത്തരവായി. സ്ഥലം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ പരസ്പരം പഴിചാരാനുള്ള സമയമല്ല ഇതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അഴുക്കുചാലുകളിലേക്ക് വലിച്ചെറിയുന്നത് തടയാൻ കോർപ്പറേഷൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും റെയിൽവേയുടെ സ്ഥലത്തുള്ള മാലിന്യങ്ങൾ റെയിൽവേ തന്നെ നീക്കം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ജോയിയുടെ മരണത്തിന് ഉത്തരവാദി റെയിൽവേ ആണെന്ന് ആരോപിച്ച് മന്ത്രി വി ശിവൻകുട്ടി. മാലിന്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്ക് തന്നെയാണെന്നും അടിയന്തരമായി തോട് വൃത്തിയാക്കാൻ റെയിൽവേ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ജോയിയുടെ മാരായമുട്ടത്തെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും മാലിന്യ നിർമ്മാർജ്ജനം സമയബന്ധിതമായി നടപ്പാക്കാൻ സർക്കാരിന് പദ്ധതികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ.പി. ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സാർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ശനിയാഴ്ച രാവിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരെ ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയോധികൻ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംഭവത്തിൽ സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും ഉത്തരവാദിത്തം ഇല്ലേ എന്നും പ്രതിപക്ഷ നേതാവ് ആരാഞ്ഞു. മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ച് കേരളം പകർച്ചവ്യാധികളുടെ പിടിയിലകപ്പെട്ടതായും ആരോഗ്യമേഖലയിൽ കേരളം കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത നേട്ടങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയിൽ മരം വീണ് നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. കണ്ണൂർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് മഴയുടെ ശക്തി കുറവാണ്. മാനന്തേരി 14 മൈലിൽ രാവിലെ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോളയാട് സ്കൂൾ മതിൽ ഇടിഞ്ഞ് വീണു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. പുഴകളിലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും മരം വീണ് എറണാകുളം ജില്ലയിലും 3 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇടുക്കി ജില്ലയിൽ മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തി. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടർ തുറന്നതിനാൽ മുതിരപ്പുഴ, പെരിയാർ നദികളിൽ ജലനിരപ്പ് ഉയരും. പാംബ്ല ഡാമിന്റെ ഷട്ടറും ഇന്ന് വൈകുന്നേരം 7 മണിയോടെ തുറക്കും. മഴ കനക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മലയോര മേഖലകളിൽ മഴ കനത്തതോടെ പല സ്ഥലങ്ങളും ഒറ്റപ്പെടാനിടയുണ്ട്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഓഫീസർമാരും പ്രമോട്ടർമാരും മേഖലകൾ സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ 35% വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നതിനാണ് സഹായം. ഓണത്തിന് മുന്നോടിയായി സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലയർമാർക്ക് തുക നൽകുന്നതിനടക്കം ഈ തുക വിനിയോഗിക്കാനാകും. വിഴിഞ്ഞം തുറമുഖത്ത് 2ാമത്തെ ചരക്കു കപ്പലെത്തി. മറീൻ അസർ എന്ന ഫീഡർ കപ്പലാണ് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്കെത്തിയത്. വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ സാൻ ഫെർണാണ്ടോ തുറമുഖം വിട്ടതിന് ശേഷമാണ് മറീൻ അസർ തുറമുഖത്ത് ബർത്തിംഗ് നടത്തിയത്. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇറക്കിയ 1930 കണ്ടെയ്നറുകളിൽ 607 കണ്ടെയ്നറുകൾ തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലികളാണ് ഇനി നടക്കുക. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. ജൂലൈ 26 മുതൽ 31 വരെ തിരുവനന്തപുരം, കൈരളി, ശ്രീ, നിള തിയേറ്ററുകളിലാണ് മേള സംഘടിപ്പിക്കുന്നത്. പൊതുവിഭാഗത്തിന് 590 രൂപയും വിദ്യാർത്ഥികൾക്ക് 354 രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ്. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി. പ്രസാദ് അധ്യക്ഷത വഹിക്കും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായുള്ള ക്യാപ്റ്റൻസ് മീറ്റിംഗ് ഈ മാസം 29 നടക്കും. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. ഈ വർഷം നെഹ്റു ട്രോഫി ജലോത്സവത്തിന് രജിസ്റ്റർ ചെയ്ത എല്ലാ ചുണ്ടൻ വള്ളങ്ങളുടെയും മറ്റ് കളിവള്ളങ്ങളുടെയും ക്യാപ്റ്റന്മാരും ലീഡിംഗ് ക്യാപ്റ്റന്മാരും യോഗത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിന് സംയുക്തമായി നിവേദനം നൽകാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന എംപിമാരുടെ യോഗത്തിൽ തീരുമാനം. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുമായി മന്ത്രി ജെ. ചിഞ്ചുറാണി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ മൃഗസംരക്ഷണ മേഖല നേരിടുന്ന വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വ്യാപക മഴ തുടരും. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളി ജോയ് മരിക്കാനിടയായ സാഹചര്യം പരിശോധിക്കുന്നതിന് ഹൈക്കോടതി അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചു. ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ മാരായമുട്ടത്തെ വീട്ടുവളപ്പിൽ നടന്നു.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.